വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്വാഹിബുൽ ഖർനൈനിയുടെ സംഭവ ബഹുലമായ ജീവിത ചരിത്രത്തിന്റെ അവസാന ഭാഗം നമ്മൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയും അതുപോലെ തന്നെ തൻ്റെ ചെയ്തികളെ മുഴുവനും അള്ളാഹുവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തിയും തൻ്റെ റബ്ബിന്റെ കാരുണ്യമാണ്, എല്ലാ ഇടപെടലുകളും പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ മഹാധേയയുടെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് തനിക്കൊരു ശക്തിയുമില്ല എന്നും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളത് മാത്രമാണ് എന്ന് പറഞ്ഞ് വിനയാന്വിതനായ ഒരു അധികാരിയുടെ ഹൃദയ ഭക്തിയെ, ഹൃദയശുദ്ധിയെ, അള്ളാഹുവിന്റെ റുബൂബിയത്തും തിരിഞ്ഞ് ഇടപെടുന്ന ഒരു മഹാമനുഷ്യന്റെ സംഭവത്തെ അള്ളാഹു അതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്, ചരിത്ര സംഭവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ അദ്ദേഹം അഹങ്കാരമില്ലാതിരിക്കാൻ, ഇതൊന്നും തന്നെ ഒരു ബലിഷ്ഠമായ നിർമ്മിതിയല്ല എന്നും അള്ളാഹുവിന്റെ മുമ്പിൽ ഇതെല്ലാം നിസ്സാരമാണ് എന്നും ഇതെല്ലാം ഇനി തകർക്കപ്പെടാൻ പോകുന്നുണ്ട് എന്നും പറഞ്ഞ് അള്ളാഹുവിന്റെ ശക്തിയെ എല്ലാ ശക്തിക്ക് മുകളിലും അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്യാൻ, അതിലൂടെ അദ്ദേഹത്തിന്റെ ആ ഇടപെടലിനെ കുറിച്ചുള്ള, സഞ്ചാരത്തെക്കുറിച്ചുള്ള, സഞ്ചാരപാതയിൽ അദ്ദേഹം നടത്തിയ ചടുലമായ നീക്കങ്ങളെക്കുറിച്ചും പുറന്തള്ളപ്പെട്ട മനുഷ്യരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ചെല്ലാം പറഞ്ഞ് അള്ളാഹു ആ വിഷയം അവസാനിപ്പിക്കുകയാണ്. പൊതുവെ നമ്മൾ ഈ സംഭവങ്ങളെല്ലാം വായിച്ചു പോകുമ്പോൾ ഏതോ കാലത്ത് ഏതോ ഒരു മനുഷ്യൻ എവിടൊക്കെയോ യാത്ര നടത്തി അതിൽ സംഭവിച്ച കുറെ വിഷയങ്ങളാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. എന്നാൽ ഈ സംഭവം നമ്മൾ വായിച്ചു പോകുമ്പോൾ, ഈ ചരിത്ര പാഠം നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ അള്ളാഹു നമ്മളോട് എന്താണ് പറയുന്നത്? എന്തൊരു ജീവിത പാഠമാണ് അള്ളാഹു ഇപ്പോൾ നമുക്ക് നൽകുന്നത്? ഇതൊരു കാലഘട്ടത്തിന്റെ ഒരു വിഷയമാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയങ്ങളിൽ ഏതോ ഒരു ഇടങ്ങളിൽ നടത്തിയ ഒരു വ്യക്തിയുടെ ഇടപെടലിനെ കുറിച്ചാണോ അള്ളാഹു നമ്മളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അതോ നമ്മുടെ പരിസരങ്ങളിൽ, നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഈ സംഭവവുമായിട്ട് വല്ല ബന്ധവും ഉണ്ടോ? ഇതിൽ നിന്ന് നമുക്ക് വല്ലതും പഠിക്കാനുണ്ടോ? ഇതെല്ലാം നമ്മൾ നന്നായി ചിന്തിക്കേണ്ട വിഷയമാണ്. എല്ലാ ലോകങ്ങളിലും എല്ലാ ഭൂമികകളിലും മനുഷ്യര്, ദുർബലരായ മനുഷ്യർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവിടെ നീതിബോധമുള്ളവർ എങ്ങനെയാണ് അക്രമികളിൽ നിന്ന് അവർക്ക് മതിൽ നിർമ്മിച്ച് നൽകേണ്ടത്, ആ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് രൂപത്തിലുള്ള മതിൽ നിർമ്മിച്ച് നൽകേണ്ടതുണ്ട് എന്നെല്ലാം അള്ളാഹു ഇപ്പോൾ നമ്മളോട് പറയുന്നുണ്ട്. അത് നിർമ്മിക്കേണ്ടത്, അത്തരത്തിലുള്ള സംരക്ഷണ വലയം ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി തീർക്കേണ്ടത് എല്ലാ അസ്ബാബുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്ന് അള്ളാഹുവോട് പറയുന്നുണ്ട്. അവിടെ ഒരു നായകനും ആ നായകനെ അനുസരിക്കുന്ന ഒരു സമൂഹവും ഉണ്ടായി തീരേണ്ടതുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ദുർബലരായ മനുഷ്യര് അവര് നിലവിളിക്കുമ്പോൾ, വിലപിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള സംരക്ഷണ വലയം നീതിപൂർവം തീർക്കണം, അതിന് നിങ്ങളുടെ ഭൂമികയിൽ നിലനിൽക്കുന്ന എല്ലാ അസ്ബാബുകളെയും, സാധ്യമാകുന്ന എല്ലാ മാധ്യമങ്ങളെയും, എല്ലാ നിയമ സംവിധാനങ്ങളെയും എങ്ങനെയൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് കുലങ്കഷമായി ചിന്തിക്കേണ്ടതുണ്ട് എന്നും അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സുമ്മ അത്ബഅ സബബ, സുമ്മ അത്ബഅ സബബ, സുമ്മ അത്ബഅ സബബ എന്ന് പലാവർത്തി 3 തവണയായി അദ്ദേഹത്തിന്റെ
ചടുലമായ നീക്കങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അത്ബഅ സബബ എന്നുള്ളതിനെ ഇമാം ഷഅറാബി വിശദീകരിക്കുന്നതിനെ നമ്മൾ പറഞ്ഞു വെച്ചത്, എല്ലാ സാധ്യമാകുന്ന എല്ലാ നിയമ സംവിധാനങ്ങളെയും അതുപോലെ തന്നെ ചേർത്ത് പിടിക്കേണ്ടവരെ മുഴുവനും ചേർത്ത് പിടിച്ചും ഒരു സമൂഹം എന്നുള്ള നിലക്ക്, മനുഷ്യരെന്നുള്ള നിലക്ക് എല്ലാവരോടും ഇടകലർന്നും അവരോടൊപ്പം ചേർന്ന് നിന്നും നീതിക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാൻ നായകന്മാർക്ക്, നേതൃത്വങ്ങൾക്ക് സാധ്യമാക്കണം. ഇവിടെ ഒരു വ്യക്തിയാണ് കുറെ സമൂഹവുമായി പുറപ്പെട്ട് ആ വ്യക്തിയുടെ നേതൃത്വത്തിലാണ്, അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് എല്ലാ നിർമ്മിതികളും, എല്ലാ ഇടപെടലുകളും, എല്ലാ സംരക്ഷണ വലയങ്ങളും ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി തീർക്കുന്നത് എന്ന് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കണം. ഒരു നായകന്റെ അഭാവം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ചിന്തയുള്ള നായകന്മാരില്ലെങ്കിൽ അവര് ഒരു ഭൂമികക്കനുസരിച്ച് സംസാരിക്കൂല. ഓരോ സമൂഹത്തിനും അവരുടേതായിരിക്കുന്ന ഭൂമികയുടെ സ്വഭാവവും അവരുടെ പ്രശ്നങ്ങൾക്ക് അവരുടേതായിരിക്കുന്ന പ്രത്യേകതകൾ ഉണ്ടാവും. ആ പ്രത്യേകതകളെ ആ സമൂഹത്തിന്റെ ചുറ്റുപാടുകൾ വെച്ചുകൊണ്ടാണ് പരിഗണിക്കുകയും അതിന് പരിഹാരങ്ങൾ കാണുകയും ചെയ്യേണ്ടത്. വേറൊരാളിൽ നിന്ന് അതിന് ആശയങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള രൂപങ്ങളോ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതില്ല. അത് ഒരു സമൂഹം എന്നുള്ള നിലക്ക് ആ സമൂഹത്തെ ദുർബലപ്പെടുത്തുകയും ആ സമൂഹത്തെ കൂടുതൽ അരികുവൽക്കരിക്കാൻ കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് അറബി ഭാഷയിൽ ഒരു ആപ്തവാക്യമുണ്ട്, കല്ലിമിന്നാസ അലാ ഖദ്രി ഉഖൂലിഹിം. ഓരോ മനുഷ്യരോടും അവരുടെ ചിന്തക്കനുസരിച്ചാണ് സംസാരിക്കേണ്ടത് എന്ന്. ലികുല്ലി ഖൗലിൻ മജാലുൻ വലികുല്ലി മജാലിൻ മഖാലുൻ. ഓരോ വർത്തമാനത്തിനും ഒരു ഇടമുണ്ട്, ഓരോ ഇടത്തിനും ഒരു വർത്തമാനമുണ്ട് എന്ന്. അപ്പൊ ഓരോ ഇടത്തിന്റെയും പ്രശ്നങ്ങളെ അതാത് സമൂഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടും അവിടെ ആ വിഷയത്തെ അവതരിപ്പിക്കുവാൻ, ആ സമൂഹത്തിന്റെ ചിന്തയെ സ്വാധീനിക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരെ കൂട്ടുപിടിച്ചുകൊണ്ടും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടും അവരുടെ ചരിത്രങ്ങളെ അവരുടെ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ടുമായിരിക്കണം ഓരോ ഭൂമികയിലും ജീവിക്കുന്നവര് ഇടപെടലുകൾ നടത്തേണ്ടത്. അതിനപ്പുറം ഇറക്കുമതികൾ നടത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടം, അത് ഒരു ചെറിയ സമൂഹത്തെ മാത്രമല്ല ബാധിക്കുക, അത് ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഒരു വിഭാഗത്തെ മാത്രമല്ല അത് ബാധിക്കുക. ഒരു സമൂഹം എന്നുള്ള നിലക്ക്, ഒരു കൂട്ടം എന്നുള്ള നിലക്ക്, ഒരു ആദർശത്തെ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു സമൂഹം എന്നുള്ള നിലക്ക് ആ സമൂഹത്തെ മുഴുവനും അത് പ്രതികൂലമായി ബാധിക്കും. അവരെ വേട്ടയാടുവാൻ, അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ, അവരുയർത്തുന്ന പ്രശ്നങ്ങളെ എല്ലാ അർത്ഥത്തിലും അടിച്ചൊതുക്കുവാൻ അത് കാരണമാകും. അതിനാൽ നല്ല ബോധമുള്ള, ഓരോ ഭൂമികക്കനുസരിച്ചും ആ ഭൂമികയുടെ സ്വഭാവങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇടപെടുന്ന നല്ല ചിന്താദർശികളായ ആളുകൾ ഈ സമൂഹത്തിന് നായകത്വം വഹിക്കണം, അവരേറ്റെടുക്കണം. എന്നിട്ടായിരിക്കണം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത്. ചുറ്റുപാടുകൾ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാം കാലിനടിയിൽ നിന്ന് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച, മനുഷ്യ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച, അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ നന്മകൾ നൽകുവാൻ, നന്മകൾ അവർക്ക് കൈമാറുവാൻ ഒരു തലമുറ നീട്ടിവെച്ച ഒരു 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 നീതിബോധമുള്ള ദൈവഭക്തരായ ഒരു മനുഷ്യർ നടത്തിയ എല്ലാ നന്മകളും അക്രമികളാൽ, അല്ലെങ്കിൽ ആ സത്യത്തെ, ആ നീതിബോധത്തെ, ആ നന്മയെ വേണ്ട രൂപത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവർ കടന്നാക്രമിക്കുമ്പോൾ അതിനെ അള്ളാഹുവിന് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് അവര് ജീവിക്കുന്ന സമൂഹത്തിന്റെ സാഹചര്യങ്ങളെയും അതുപോലെ തന്നെ ആ സമൂഹം ജീവിക്കുന്ന ഭൂമികയിലെ പ്രശ്നങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ഒരുമിച്ച് നിന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ഏറ്റവും നല്ല നീക്കങ്ങളും ചിന്തകളും ഇടപെടലുകളും നടത്തേണ്ട ഒരു സമൂഹമാണ് നമ്മൾ. അത്തരത്തിലുള്ള ചിന്തകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കാക്കക്കൂട്ടത്തിൽ കല്ലെറിഞ്ഞതുപോലെ ഓരോരുത്തരും അവരവരുടെ ഇടങ്ങളിൽ നിന്നുകൊണ്ട്
ഒച്ചപ്പാടുകളും ബഹളങ്ങളും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതൊരു സമൂഹത്തെ ഏറ്റവും അധികം ദുർബലപ്പെടുത്തും. അത് അവരുടെ ദുർബലതയുടെ അടയാളമാണ്. ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കൂട്ടങ്ങളുടെ ലക്ഷ്യങ്ങൾ. അള്ളാഹു അതൊന്നുമല്ല പറയുന്നത്. ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഒരു നായകന്റെ കീഴിൽ നിങ്ങൾക്ക് അള്ളാഹുവിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുവാൻ കഴിയുമോ? അതിന് ഓരോ ഭൂമികയിൽ നിന്നും ആ ഭൂമികയുടെ സ്വഭാവങ്ങളെ വെച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് ഇവിടെ. ഒരു സമൂഹത്തിന്റെ ശക്തിയും ഒരു സമൂഹത്തിന്റെ വികാരവും അത് മറ്റുള്ളവനെ ഏറ്റവും നന്നായി ബോധ്യപ്പെടുത്തുന്നത് ആ സമൂഹത്തിന് വേണ്ടി ഒരു വ്യക്തി സംസാരിക്കുമ്പോഴാണ്. 100 ആളുകൾ 100 ഭാഗങ്ങളിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ സമൂഹം ഒന്നിനും കൊള്ളാത്തവരായി ബുദ്ധിയുള്ളവർ വ്യാഖ്യാനിക്കും. അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. അവരെ ഏറ്റവും നന്നായി ദുർബലപ്പെടുത്തുവാൻ അത് കാരണമാകുകയും ചെയ്യും. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളതുപോലല്ല ഒരു ഭൂമികയിൽ ഇടപെടേണ്ടത്. ഒരു സമൂഹം എന്നുള്ള നിലക്ക് അവർ കൂടിച്ചേർന്നിരുന്ന് പടച്ച തമ്പുരാനെ ഭയമുള്ള, അന്ത്യനാളിനെ ഭയമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി നീട്ടിവെച്ച സമ്പത്തുകളെ കുറിച്ചും അതുപോലെ തന്നെ ഭൗതിക സംവിധാനങ്ങളെ കുറിച്ചും നന്നായി തിരിച്ചറിവുള്ള നല്ല ആളുകൾ, നല്ല നായകന്മാർ ഒരുമിച്ചിരുന്നു കൊണ്ട് ആ ഉമ്മത്തിന്റെ പ്രശ്നത്തെ ഒരു വ്യക്തിയിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്നിടത്താണ് ആ ഉമ്മത്തിന്റെ ശക്തിയും ആ ഉമ്മത്തിന്റെ അസ്തിത്വവും അവർക്ക് വീണ്ടെടുക്കുവാനും അത് ബോധ്യപ്പെടുത്തുവാനും അവർക്ക് കഴിയുക. അല്ലെങ്കിൽ ഒരിക്കലും ആ സമൂഹം ഭൂമിയിൽ വിജയിക്കൂല. ഇവിടെ നമ്മുടെ ശക്തിയല്ല ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എനിക്ക് പിറകിൽ കുറെ ആൾക്കൂട്ടമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തലല്ല ആവശ്യമായിട്ടുള്ളത്. അതിനപ്പുറം ഒരു സമൂഹത്തിന്റെ ശക്തിയാണ്, ഒരു സമൂഹത്തിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ വീണ്ടെടുക്കുവാനുള്ള കൂട്ടമായ പ്രവർത്തനമാണ് നടത്തേണ്ടത്. അല്ലാതെ നമ്മളെല്ലാവരും നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച്, നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ഞങ്ങളെന്തോ വലിയവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞങ്ങൾ ഇതാ ഇവിടെ ഉണ്ട് എന്ന് മറ്റുള്ളവനെ ബോധ്യപ്പെടുത്തുന്ന, ഞങ്ങൾക്ക് നിങ്ങളെക്കാളും ശക്തിയുണ്ട് എന്ന് ഒരു പ്രശ്നം അപ്പുറം നടക്കുമ്പോഴും ഉള്ളിൽ അവരുടേതായിരിക്കുന്ന ശക്തിയും ആൾബലവുമെല്ലാം കാണിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലെല്ലാം നടത്തി കഴിഞ്ഞാൽ അള്ളാഹു ഈ സമൂഹത്തെ അതിശക്തമായി പാഠം പഠിപ്പിക്കും. പടച്ച തമ്പുരാന്റെ അതിശക്തമായ ഇടപെടൽ ഈ കാര്യബോധമില്ലാത്ത ഒരു സമൂഹത്തിന് മുകളിൽ ഉണ്ടാവും. അത് തിരുത്തേണ്ടതുണ്ട്. ആര് തിരുത്തും എന്നുള്ളതാണ്. ആരാണ് അതിന് നായകത്വം വഹിക്കുക എന്നുള്ളതാണ്. അതിന് നായകത്വം വഹിക്കുന്ന ഒരു സമയം വരും. ആ സമയം വരുമ്പോഴേക്കും ഈ സമൂഹത്തിന് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കുമെന്ന് ഈ സമൂഹത്തിന് നായകന്മാർ ചിന്തിക്കുന്നത് നല്ലതാണ്. തങ്ങളുടെ ആൾഫലവും വൃത്തത്തിന്റെ വ്യാപ്തിയുമെല്ലാം ബോധ്യപ്പെടുത്താൻ പരസ്പരം ഒരു സമൂഹം മഹാപ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോഴും ശ്രമിച്ചു കഴിഞ്ഞാല് അവർക്ക് പലതും നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ടു പോയതിന് ശേഷം പിന്നീട് അത് വീണ്ടെടുക്കാൻ കുറേ സമയം പിടിക്കും. അപ്പോഴേക്കും അവരുടെ എല്ലാം തന്നെ ശോഷിച്ചു പോയിട്ടുണ്ടാവും. അപ്പോ അതിന് മുന്നോടിയായി പടച്ച തമ്പുരാന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഭൗതികമായ പ്രശ്നങ്ങളിലെങ്കിലും ഒരു ദുൽഖർനൈനിയെ അവതരിപ്പിക്കുവാൻ, ഒരു ദുൽഖർനൈനിയുടെ റോളെടുക്കുവാൻ, ആ നായകന്റെ ജീവിത പാഠം ഉൾക്കൊള്ളുവാൻ, ഒരു നായകത്വത്തിന്റെ അഭാവത്തെ തീർക്കുവാൻ, അതിനെ ഫില്ല് ചെയ്യുവാൻ ഈ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ നിലപാടുകൾ സ്വീകരിക്കണം. അങ്ങനെ ഒരു സമൂഹമാണ് ഞങ്ങളെന്ന ബോധം മറ്റുള്ളവർക്ക് നൽകണം. ഞങ്ങൾ നീതിക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് എന്ന തിരിച്ചറിവ് മറ്റുള്ളവർക്ക് നൽകണം. ഞങ്ങൾ മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തണം. അള്ളാഹു എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അത് മനുഷ്യ കുടുംബത്തിന് വിഹിതം വെക്കുന്നവരാണ് എന്നുള്ള ബോധം അവർക്ക് നൽകാൻ കഴിയണം. പടച്ച തമ്പുരാന്റെ സ്വത്തുകളെല്ലാം തന്നെ, നൽകുന്നതെല്ലാം തന്നെ അത് അള്ളാഹുവിനുള്ളതാണ് എന്നും ജീവിതത്തിന്റെ ഏറ്റവും മഹാലക്ഷ്യം മരണാനന്തരം ഞങ്ങൾക്ക് ലഭിക്കാനുള്ള സ്വർഗമാണ് എന്നും അവിടെ പക്ഷപാതിത്വമില്ലാതെ ഇടപെടുന്നവരാണ് ഞങ്ങളെന്നും ഓരോന്നും എല്ലാ മനുഷ്യരുമായി പങ്കുവെക്കുവാൻ പഠിപ്പിച്ച ഒരു മഹാനായകന്റെ വിശുദ്ധമായ കാൽപ്പാടുകളെ പിന്തുടരുന്നവരാണ് ഞങ്ങളെന്നും അവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരോടും നീതിയും സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിക്കുന്നവരാണ് ഞങ്ങളെന്നുമുള്ള പ്രവാചകന്മാരുടെ ആ വിശുദ്ധമായ മൻഹജിനെ ഏറ്റവും നന്നായി അവതരിപ്പിക്കാൻ കിട്ടിയ ഈ നല്ല സാഹചര്യത്തെ പോലും ദുർബലപ്പെടുത്തുന്ന രൂപത്തിൽ
അതിനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാൻ പഴുതു കൊടുക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കഴിഞ്ഞാൽ അത് പടച്ച തമ്പുരാനോട് ചെയ്യുന്ന അള്ളാഹുവിന്റെ കൽപ്പനകളോട് ഈ സമൂഹം പുലർത്തുന്ന, ഈ നായകന്മാരെന്ന് പറയുന്നവർ പുലർത്തുന്ന ഏറ്റവും വലിയ ധിക്കാരപരമായ സമീപനമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. വലിയൊരു മഹാപ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മൂസാ നബി അലൈഹി സ്വലാം ഏറ്റവും കൂടുതൽ ആഭ്യന്തര പ്രശ്നങ്ങൾ നേരിട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാം. ആ മൂസാ നബി നമ്മുടെ ഇടങ്ങളിൽ നമ്മളോടൊപ്പം ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. നമ്മുടെ ഈ ചർച്ചാ വിഷയം അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിലും നമ്മൾ ആ വിഷയം പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഈ സൂറത്തുമായിട്ടുള്ള ആ ചർച്ചാ ബന്ധം മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. നമ്മൾ ദുൽഖർനീനിയെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ആ നായകന്റെ നേതൃപാടവത്തെ ഈ ഉമ്മത്ത് ഒരു നായകന്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് ഇതിനെ അവതരിപ്പിക്കേണ്ടതുണ്ടോ? ഇതിനെ പ്രയോഗവൽക്കരിക്കേണ്ടതുണ്ടോ? നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തനായ, ചിന്താശേഷിയുള്ള, ഭാഷാ വൈഭവമുള്ള, പ്രശ്നങ്ങളെ ഏറ്റവും നന്നായി വിലയിരുത്തിക്കൊണ്ട് അവരുടെ ഭൂമികക്കനുസരിച്ച് മാത്രം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല ദീർഘവീക്ഷണമുള്ള, അള്ളാഹുവിനെ ഭയമുള്ള, അള്ളാഹുവിന്റെ ഉലൂഹിയത്തും റുബൂബിയത്തും നന്നായി മനസ്സിലാക്കി അമ്പിയാക്കന്മാരെ യഥാവധി പിൻപറ്റി ആ മൻഹജിനെ, ആ വിശുദ്ധമായ ജീവിതധാരയെ നന്നായി അവതരിപ്പിക്കാൻ കഴിവുള്ള, മറ്റെല്ലാത്തിനും അപ്പുറം മരണാനന്തര ജീവിതത്തെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നായകനെ നമ്മുടെ ഭൂമിക ആവശ്യപ്പെടുന്നില്ലേ? ഇതാരാണ് നിർമ്മിക്കേണ്ടത്? ആരാണ് അത്തരത്തിലുള്ള ദുൽഖർനൈനിമാരെ ക്ഷണിക്കേണ്ടത്? ആരാണ്? നമ്മളാണ് ഇത്തരത്തിലുള്ള തെറ്റായ സമീപനങ്ങളെ തിരുത്തേണ്ടവർ, അതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടവർ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹവും കാരുണ്യവും പരസ്പരമുള്ള ഐക്യബോധവുമെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാരായ മനുഷ്യരുടെ ഹൃദയവിശാലത കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന ആളുകളുടെ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കൊണ്ടൊന്നുമല്ല. പരസ്പരം തമ്മിലടിച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അത് ഭൗതികമായ താല്പര്യങ്ങൾ മാത്രം മുമ്പിൽ വെച്ച് ചില ചെറിയ അധികാര കസേരകൾ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു സമൂഹത്തെ നിരന്തരം ഭിന്നിപ്പിച്ച് 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 അവർക്ക് മുകളിൽ എല്ലാ തരത്തിലുള്ള കടന്നുകയറ്റത്തിനും ശത്രുവിന് വാതിൽ തുറന്നു കൊടുക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന, ഏറ്റവും വൃത്തിഹീനമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് ഈ ഉമ്മത്ത് കടന്നു പോകുന്നത്. അതെല്ലാം വലിയൊരു വിഷയമായി അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് അവര് ഉണ്ടാക്കി തീർക്കുന്ന മറകളായി പൊതുസമൂഹത്തിന് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതിനെല്ലാം കൂടിക്കൊടുത്തും ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയും അതിൻ്റെ ഒപ്പം കൂടിയുന്ന ഒച്ചകൾ ഉണ്ടാക്കിയും എല്ലാം തന്നെ വെറും ഒരു ദുർബലരായ, ശക്തി ക്ഷയിച്ച ഒരു ആൾക്കൂട്ടമായി ഒരു പ്രവാചകന്മാരെ പിൻപറ്റുന്ന ഒരു സമൂഹം മാറിപ്പോയി എന്നെല്ലാം പറയുന്നത് എത്രമാത്രം ശോചനീയമാണ്, എത്രമാത്രം വേദനയുണ്ടാക്കുന്നതാണ്. ഖുർആനിൽ ഇതെല്ലാം വായിച്ചു പോകുമ്പോൾ, ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ, ഓരോ ചരിത്ര വസ്തുതകളും അള്ളാഹു നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ എല്ലാം പിറകില് അത് കേൾക്കുന്ന സമൂഹം സ്വീകരിക്കേണ്ട നിലപാടിനെ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നിലപാട് നന്നായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ ഹിജ്റയുടെ വഴിയിലാണ് സൂറത്ത് ഖസസ് അവതരിക്കുന്നത്. അള്ളാഹു ചരിത്ര പാഠം നൽകുകയാണ് മുഹമ്മദ് റസൂലുള്ളാഹിക്ക്. ഒരു വീണ്ടെടുപ്പിന്റെ കഥയുണ്ട് അതിന്റെ പിറകിൽ. ഒരു വീണ്ടെടുപ്പിന്റെ ചരിത്രമുണ്ട് റസൂലുള്ളാഹിന്റെ ഹിജ്റയുടെ വഴിയിൽ. അത് പ്രവാചകന്മാർ വിട്ടേച്ചു പോയ അനന്തര സ്വത്തുകളെ മനുഷ്യ കുടുംബത്തിന് ഹിദായത്തിനും നിർഭയത്വത്തിനും മാർഗദർശനത്തിന് വേണ്ടി അമ്പിയാക്കന്മാർ വിട്ടേച്ചു പോയ അനന്തര സ്വത്തിനെ അക്രമികൾ കൈയടക്കിയപ്പോൾ, അവിടെ ആ നീതിബോധത്തിനും ആ സുരക്ഷയ്ക്കും വിരുദ്ധമായ നിലപാടുകൾ അവർ സ്വീകരിച്ചപ്പോൾ
അതിനെ മറ്റു താഹൂത്തിയൻ സംവിധാനങ്ങളെ കൊണ്ട് ദുർബലപ്പെടുത്തിയപ്പോൾ അത് വീണ്ടെടുക്കുവാനുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗമായി പരിശുദ്ധ റസൂലിന്റെ ഹിജറയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അത് എങ്ങനെയാണ് വീണ്ടെടുക്കേണ്ടത്? ആ വീണ്ടെടുപ്പിനുള്ള ഒരു മഹാപ്രയാണമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറ മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു തിരിച്ചുപോക്കിന്റെ, സത്യവും നീതിയും ധർമ്മവും സ്ഥാപിക്കുവാൻ ഒരു പ്രവാചകന് പ്രചോദനം നൽകുന്ന മോശ എന്ന് പറയുന്ന പ്രവാചകന്റെ ജീവിത പാഠത്തെ, ചരിത്ര പാഠത്തെ ഒന്നിന് പിറകെ ഒന്നായി മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ അത് വീണ്ടെടുക്കേണ്ടത് എന്ന് റസൂലുള്ളാഹിനെ പഠിപ്പിക്കുന്നുണ്ട്. അത് വീണ്ടെടുക്കേണ്ടതിന്റെ ആവശ്യകതയെ റസൂലുള്ളാഹിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാ കാലത്തും അത്തരത്തിലുള്ള വീണ്ടെടുപ്പിന് വേണ്ടി എങ്ങനെയാണ് അമ്പിയാക്കന്മാരെ അള്ളാഹു കൊണ്ടുവന്നതെന്നും എല്ലാ ധിക്കാരികളും നിഷേധികളുമായ ജനതയ്ക്ക് മുകളിൽ എങ്ങനെയാണ് അവർ ഏറ്റവും നല്ല നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യ കുടുംബത്തിന്റെ മോചനം കൂടി ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ നല്ല ജീവിതം കൂടി കൺമുമ്പിൽ കണ്ടുകൊണ്ട് എങ്ങനെയാണ് അവരെല്ലാം ഭൂമിയിൽ നിലപാടുകൾ സ്വീകരിച്ചതെന്ന് അള്ളാഹു മുഹമ്മദ് റസൂലുള്ളാഹിനെ പഠിപ്പിക്കുകയും അങ്ങനെ നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ഇടത്തേക്ക് മോശാ പ്രവാചകന്റെ ഉമ്മയിലേക്ക് മഹാപ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുമ്പോഴും ആ ഉമ്മയുടെ കരങ്ങളിലേക്ക് ആ കുഞ്ഞിനെ നാം എങ്ങനെ ഏൽപ്പിച്ചുവോ അതുപോലെ നിനക്ക് നഷ്ടപ്പെട്ട ഭൂമിയിലേക്ക് നിന്നെ നാം തിരിച്ചു കൊണ്ടുപോകുകയും അതിനെ വീണ്ടെടുക്കുവാനുള്ള സാഹചര്യം നിനക്ക് ഒരുക്കി തരികയും ചെയ്യുമെന്ന് പറയുകയും അത് കേൾക്കുന്ന പ്രവാചകൻ, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന പ്രവാചകൻ ആ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി നീക്കിയ ചടുലമായ നീതിപൂർവമായ നിലപാടുകൾ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുന്നവരാണ് നമ്മൾ, അത് പഠിച്ചവരാണ് നമ്മൾ. പക്ഷേ ഇതൊന്നും ആ രൂപത്തിൽ പ്രയോഗിക്കുവാനോ ആ രൂപത്തിൽ സമൂഹത്തെ അത് ബോധ്യപ്പെടുത്തുവാനോ കഴിയാത്തവരായി നമ്മൾ മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇപ്പോഴെങ്കിലും കുലങ്കഷമായി ഇരുന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും അതിൽ മാറ്റം അള്ളാഹുവിന് വേണ്ടി തിരുത്തലുകൾ വരുത്തി, മാറ്റങ്ങൾ വരുത്തി അമ്പിയാക്കന്മാരുടെ സ്പർശങ്ങളെ നന്നായി പുൽകേണ്ട ഒരു സമയമാണ് ഈ നമുക്ക് ആസന്നമായിരിക്കുന്നത് എന്ന് ഇതെല്ലാം വായിച്ചു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും വേണ്ട ഇടപെടലുകൾ എല്ലാവരും നടത്തിക്കൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ചിരുത്തി ഒരു മനുഷ്യ കുടുംബത്തിന്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ നല്ല ജീവിതത്തിന് വേണ്ടി എല്ലാ നന്മകളും വീണ്ടെടുക്കുവാനുള്ള പ്രയത്നത്തില് നമ്മൾ പങ്കാളികളാവേണ്ടതുണ്ട് എന്ന് ഈ ആയത്തുകൾ അവസാനിക്കുമ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഈ സംഭവം അവസാനിപ്പിച്ച് വെക്കുമ്പോഴെങ്കിലും നമുക്കത് തിരിയണം. അല്ലാതെ പോയി കഴിഞ്ഞാൽ ഈ ചർച്ചക്കും ഈ പഠനങ്ങൾക്കും ഈ കേൾക്കലുകൾക്കും ഒന്നും തന്നെ ഒരു പ്രസക്തി ഇല്ല എന്ന് നമ്മൾ നന്നായി തിരിച്ചറിയണം. അള്ളാഹു ഈ ഉമ്മത്തിനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചുറ്റുപാടുകളിൽ സമാധാനവും ശാന്തിയും അള്ളാഹു നിലനിർത്തട്ടെ. മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന, മനുഷ്യരുടെ അവകാശങ്ങളെ തട്ടിയെടുക്കുന്ന, എടുക്കുന്ന അധികാരികൾക്ക് നല്ല ബോധവും മനുഷ്യർക്കിടയിൽ നീതിബോധം സ്ഥാപിക്കുവാൻ, അവർക്കിടയിൽ നീതിപൂർവ്വം വിധി പറയുവാൻ, അവർക്കിടയിൽ നീതിപൂർവ്വം നിലപാടുകൾ സ്വീകരിക്കുവാൻ അള്ളാഹു അവർക്കും നല്ല മനസ്സും നല്ല ചിന്തയും നൽകട്ടെ. അതോടൊപ്പം തന്നെ അവരെ തിരുത്തുവാനുള്ള നല്ല നമ്മുടെ ഭൂമികക്കനുസരിച്ചുള്ള ഇടപെടലുകൾ നടത്തുവാൻ നമുക്കും അള്ളാഹു കഴിവുകളും ശേഷിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായാലും ദുൽഖർനൈനിയുടെ സംഭവം അദ്ദേഹത്തിന്റെ വിനയപൂർവമുള്ള ഒരു പ്രാർത്ഥനയിലൂടെ അവസാനിക്കുകയാണ്. റബ്ബി, ഇതെന്റെ റഹ്മത്തിന്റെ എന്റെ റബ്ബിന്റെ കാരുണ്യമാണ് ഇതെല്ലാം തന്നെ. ഇനി എന്റെ റബ്ബിന്റെ ആ ഇടപെടൽ സമയം എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ അള്ളാഹു തകർത്ത് തരിപ്പണമാക്കി കളയും. എന്നിട്ട് പറയാണ് അന്ന് അവരിൽ ചിലരെ മറ്റു ചിലരുടെ മേൽ തിരമാല കണക്കെ അവര് തള്ളിക്കയറും. അങ്ങനെ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ
ഫജമഅനാഹും ജംഅ, അവരെ എല്ലാവരെയും നാം ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യും. അപ്പൊ ഇവിടെ ആ ഭിത്തി അങ്ങ് തകർന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു നേരിട്ട് സംസാരിക്കുകയാണ്. ഇവിടെ വകാന വഅദു റബ്ബി ഹഖ എന്ന് പറഞ്ഞിടത്ത് ദുൽഖർനൈനിയുടെ ചരിത്ര സംഭവം, ഇടപെടലുകൾ തീരുകയാണ്. അതിനുശേഷം അള്ളാഹു പറയാണ്, ആ മതിലങ്ങ് ഇനി പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഒരു രക്തരൂക്ഷിതമായ ഒരു പോരാട്ടം ഭൂമിയിൽ നടക്കും. ഈ അക്രമികൾ കൂട്ടം കൂടി ഇറങ്ങി വരും. അങ്ങനെ തിരമാല കണക്കെ അവരെന്താക്കും, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിന് മേൽ തള്ളിക്കയറുമെന്ന് അള്ളാഹു പറയുകയാണ്. ഇവിടെ ഇമാം ഷഅറാവി പറയുന്നുണ്ട്, ഒരു വെള്ളത്തുള്ളി മറ്റൊരു വെള്ളത്തുള്ളിയിൽ നിന്നും വേർപ്പെടുത്തി മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ തിരമാല മറ്റൊരു തിരമാലക്ക് മുകളിൽ എങ്ങനെയാണോ ഇഴകിച്ചേരുന്നത്, അതുപോലെ ഈ അക്രമികൾ ഇന്ന് കൂട്ടം കൂടി വന്നു കഴിഞ്ഞാല് മനുഷ്യന് എന്റെ പക്ഷത്തുള്ള വ്യക്തി ആരാണ്, അല്ലെങ്കിൽ അവരുടെ പക്ഷത്തുള്ളവർ ആരെന്ന് പോലും തിരിയാത്ത രൂപത്തിൽ മഹാസംഘട്ടനങ്ങൾ ഭൂമിയിൽ ഈ അക്രമികൾ അടിച്ചുവിടും. മഹാ അപകടങ്ങളെ, ലോകം ഏറ്റവും കൂടുതൽ ദുരന്തത്തിലേക്ക് തള്ളപ്പെടുന്ന ഈ അക്രമികൾ ഇതങ്ങ് പൊളിച്ചു വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മഹാ അപകടത്തെ അള്ളാഹു ഇതിന്റെ ഉള്ളിൽ, ഈ ഒരു പ്രയോഗത്തിന്റെ ഉള്ളിൽ അള്ളാഹു ചിന്തയുള്ള മനുഷ്യന്റെ മുമ്പിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത്, അതിന്റെ ഭീകരതയെ അള്ളാഹു അവതരിപ്പിക്കുന്നത് എന്നാണ്. യമൂജു ഫി ബഅദിൻ ബഅദുഹും യൗമഇദിൻ യമൂജു ഫി ബഅദിൻ എന്ന് പറയുന്നിടത്ത് അള്ളാഹു ആ അക്രമികള് മതിൽ പൊട്ടിച്ചിങ്ങ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മഹാ അപകടത്തെ അള്ളാഹു അതിന്റെ ഉള്ളിൽ ചേർത്ത് വെക്കുന്നുണ്ട്, ആ ഒരു പ്രയോഗത്തിന്റെ ഉള്ളിൽ. അങ്ങനെ ആ ആക്രമണങ്ങള് അത് രൂക്ഷമായി കഴിഞ്ഞാൽ പിന്നീട് ആദ്യത്തെ കാഹളത്തിലുള്ള ഊതൽ നടത്തും. ഇവിടെ വനുഫിഖ ഫിസ്സൂരി എന്ന് പറയുന്നത് അത് ഇസ്രാഫീലിന്റെ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ വിസിലടിയെ കുറിച്ചാണ് ആ സംസാരം എന്നാണ്. ഏതൊരു ഭൗതിക ലോകത്തെ മനുഷ്യന്റെ തുടക്കത്തിനും ഒരു വിസിലടിയുണ്ട്, അതിന്റെ അവസാനത്തിനും ഒരു വിസിലടിയുണ്ട്. ഇത് ഭൗതിക ലോകത്തെ മനുഷ്യനും അത് പ്രയോഗിക്കുന്നുണ്ട്. അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ മനുഷ്യരുടെ തുടക്കത്തിനും ഒടുക്കത്തിനും ഒരു വിസിലടി ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി മനുഷ്യരെല്ലാവരും അവര് നിശ്ചലരായി വീണു പോകുന്ന ഒരു സമയത്തിന്, അതിരൂക്ഷമാകുന്ന സമയത്ത് ഒരു വിസിലടിയുണ്ട്. അന്ന് ഒരു കാഹളത്തിലുള്ള ഒരു ഊത്തുണ്ട്. ആ സമയം എല്ലാവരും ചലനമറ്റവരായി വീഴും. രണ്ടാമത്തെ ഒരു ഊത്തിൽ എല്ലാവരും എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോ ഇവിടെ രണ്ടാമത്തെ ആ കാഹളത്തിലുള്ള ഊത്തിനെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അപ്പോ ഇവിടെ പിന്നെ ഈ ഈ ഒരു ആയത്തിനെ എന്ന ആയത്തിനെ നമ്മള് നന്നായി ചിന്തിച്ച് മനസ്സിലാക്കി പോവേണ്ട ഒരു ഭാഗമാണത്. കാരണം പിന്നെ ഇപ്പൊ സൂറത്ത് സുമറിലെ ഒരായത്തെടുക്കുക. അപ്പൊ രണ്ട് തരത്തിലുള്ള അവസ്ഥാവിശേഷം ഈ സൂറെന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ മനുഷ്യനിൽ ഉണ്ടാകും എന്ന് ഖുർആൻ പറഞ്ഞു പോകുന്നുണ്ട്. സൂറത്തു സുമറിലെ ആയത്ത് വനുഫിഖ ഫിസ്സൂരി, അങ്ങനെ ആ ഒന്നാമത്തെ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി, ആകാശഭൂമികളിലുള്ള എല്ലാവരും ചലനമറ്റ് വീഴും. ഇല്ലാ മൻ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചവർ ഒഴിച്ച്. പിന്നെ പറയാം സുമ്മ നുഫിഖ ഫീഹി ഉഖ്റ, രണ്ടാം തവണ അല്പ സമയത്തിന് ശേഷം വീണ്ടും അതിൽ ഊതിക്കഴിഞ്ഞാൽ ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, അവര് എഴുന്നേറ്റ് അവരുടെ ചുറ്റുപാടിലേക്ക്, അവരെ ചുറ്റും അവര് നോക്കുന്നവരായി അവർ എഴുന്നേൽക്കുകയും ചെയ്യും.
അത്ഭുതപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഭയവിഹ്വലരായിക്കൊണ്ട് അവരെഴുന്നേറ്റ് അവർ ചുറ്റും നോക്കും എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ സൂറത്തില് സഇഖ എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗത്തിന് രണ്ട് രൂപ ഭാവങ്ങളുണ്ട് എന്നാണ് ഇമാം ഷഅറാബി വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം ഈ പറഞ്ഞ ആയത്തുകളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിന്റെ ആ ഒരു കാഹളമൂത്തോടു കൂടി എന്തൊക്കെയാണ് പിന്നീട് ഭൂമിയിൽ നടക്കുന്നത് എന്ന് അള്ളാഹു പറയുന്ന ഒന്നിനെ അദ്ദേഹം മനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ രണ്ട് തരത്തിലാണ് ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ മനുഷ്യനിൽ ഉണ്ടാകുക. രണ്ട് തരത്തിലുള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവും. ഒന്ന്, ചിലര് മരിച്ചു വീഴും, ചിലര് ബോധരഹിതരായി കിടക്കുമെന്നാണ്. അത് അള്ളാഹു വിശുദ്ധ ഖുർആനില് പലയിടങ്ങളിലും ഈ സംഭവം അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. വഫീ സമൂദ ഇത് ഖീല ലഹും തമത്തഉ ഹത്താ ഹീൻ ഫഅതൗ അൻ അംരി റബ്ബിഹിം ഫഅഖദതുഹുമുസ് സായിഖതു വഹും യൻളുറൂൻ. അപ്പോ ഇവിടെ ഈ സമൂദ് സമൂഹം ഭൂമിയിൽ ധിക്കാരം പുലർത്തുകയും അവര് ഭൂമിയിൽ പുളച്ച് അഹങ്കാരികളായി ജീവിക്കുകയും ചെയ്തപ്പോഴ് അള്ളാഹു അവർക്കൊരു നിർണിത സമയം വകവെച്ചു കൊടുക്കുകയും അങ്ങനെ അവർക്ക് മുകളിൽ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കുകയും അങ്ങനെ അവരെ ഒരു സ്വാഇഖത്ത് പിടികൂടുകയും അങ്ങനെ അവർ മരിച്ചു വീഴുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു സമൂഹത്തിന്റെ പൂർണ്ണ ആ ഒരു സ്വാഇഖത്ത് സംഭവിക്കുന്നതിലൂടെ അവര് ആ ഒരു ശബ്ദം പുറപ്പെടുന്നതിലൂടെ അവര് ചലനമറ്റ് വീഴുകയും എല്ലാവരും പൂർണ്ണമായി മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇവിടെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാല് ചില ആളുകള് മരിക്കൂല, എന്നാ അവര് ബോധക്ഷയം അവർക്ക് സംഭവിക്കുകയും ബോധരഹിതരായി തീരുകയും ചെയ്യും. അങ്ങനെ തന്നെ പറയാം. അപ്പൊ അത് എങ്ങനെയാണ് അള്ളാഹു ഉദ്ധരിക്കുന്നത് എന്നാണ്. അപ്പോ അത് സൂറത്ത് അഅറാഫില് മൂസാ നബിയുമായി ബന്ധപ്പെട്ട് അള്ളാഹു ആ വിഷയം പറയുന്നുണ്ട്. ഖാല റബ്ബി അരിനി അൻദുറു ഇലൈക്. മൂസാ നബി പറയാണ്. അപ്പൊ ഒന്ന് മേലത്തെ ആ ഇടങ്ങളിൽ ഒരു മഹാശബ്ദം അങ്ങ് വരുന്നതോട് കൂടിയിട്ട് അവര് പിന്നെ എല്ലാവരും മുഖം കുത്തി വീഴുകയും അവര് ചലനമറ്റ് പോകുകയും മരിച്ച് പിന്നെ നിർജീവമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം സമൂദ് ഗോത്രവുമായി ബന്ധപ്പെട്ട് അള്ളാഹു പറയാണ്. ഇവിടെ മൂസാ നബിയുടെ സംഭവത്തിൽ മൂസാ നബി പറയാണ്, ഖാല റബ്ബി അരിനി, പടച്ചോനെ നിന്നെ നീ ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? അൻദുറു ഇലൈക, ഞാൻ നിന്നിലേക്കൊന്ന് നോക്കട്ടെ. അപ്പൊ അള്ളാഹു പറയാണ്, ഖാല ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ കഴിയില്ല. വലാകിൻ ഉൻദുർ ഇലൽ ജബലി, എന്നാൽ നീ ആ മലയിലേക്ക് നോക്കുക. ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി, അവിടെ അത് സ്ഥായിയായി നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ ദർശിക്കാൻ കഴിയും. ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി, അങ്ങനെ ആ പർവ്വത മുകളിൽ അള്ളാഹുവിന്റെ നൂറിന്റെ പ്രഭയുടെ ഒരു വെട്ടമങ്ങ് മിന്നിയപ്പോൾ എന്ത് ജഅല ദക്കൻ, അത് തകർന്ന് ധൂളികളായി മാറി. വഖറ മൂസ സഇഖ, ഇവിടെ മൂസ വഖറ മൂസ സഇഖ, മൂസ ബോധരഹിതനായി വീണു, അവിടെ മരിച്ചു എന്നല്ല. ഒരു മഹാഘോര ശബ്ദം പുറപ്പെടുന്നത് നമുക്ക് താങ്ങാൻ കഴിയാത്ത രൂപത്തിലുള്ള ശബ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ അപ്പം മരിച്ചു വീഴും. അപ്പൊ ഇവിടെ വഖറ മൂസ സഇഖ, മൂസ ബോധരഹിതനായിട്ട് വീണു. അപ്പൊ ഫലമ്മ അഫാഖ, അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഖാല സുബ്ഹാനക തുബ്തു ഇലൈക വ അന അവ്വലുൽ മുഅ്മിനീൻ, പടച്ചോനെ ഞാൻ നിന്നിലേക്ക് പാപമോചനം തേടി മടങ്ങാണ്, ഞാൻ നിന്നിൽ നിർഭയത്വം പ്രാപിച്ചവരിൽ ഒന്നാമനാണ് തമ്പുരാനെ
എന്ന് അദ്ദേഹം ഖേദപൂർവ്വം പറയുകയും ചെയ്യാം. ഈ ആയത്തിൽ കുറെ സംഭവങ്ങളുണ്ട്. അള്ളാഹു ഭൂമിയിലും അവൻ അവനെ പ്രകടിപ്പിക്കും. പക്ഷേ അത് നമുക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ഇമാം ഷാറാബി പറയുന്നത്. അതുകൊണ്ടാണ് അത് മനുഷ്യനും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് മൂസാ നബി അരിനി എന്ന വാക്ക് ഉപയോഗിച്ചത് എന്നാണ്. എനിക്ക് കഴിയില്ല, എന്നാലും നീ ഒന്ന് കാണിച്ച് എനിക്കതിനുള്ള ശക്തി ഇല്ല. അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു 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 അവസ്ഥാവിശേഷമല്ല എന്റെ ബോഡിക്കുള്ളത്, എന്റെ ശരീരത്തിനുള്ളത് എന്ന് മൂസാ നബിക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ട്. എന്നാലും ആ ഒരു ഷൗക്കിന്റെ ഭാഗമായി അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. എന്നാല് ഇനി അള്ളാനെ കാണൂ ഇല്ല എന്നുള്ളതാണ്. അത് കാണും എന്ന് പറഞ്ഞു വെക്കുകയാണ്. പക്ഷെ അതിനപ്പുറം ഈ ഭൗതികമായ ലോകത്ത് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു പ്രോസസ്സിങ്ങിന് വ്യത്യസ്തമായി മറ്റൊരു ഒരു ശാരീരിക ഘടനയിലായിരിക്കും രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ അള്ളാഹു ചിലതെല്ലാം സംവിധാനിക്കുക. ആ സമയത്ത് അതിനെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥാവിശേഷം കണ്ണിനുണ്ടാകുമെന്ന് പിന്നെ ഖുർആനും പരിശുദ്ധ റസൂലും പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ബോധരഹിതനായി വീണു എന്നാണ്. അപ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ആ മഹാ ഊത്തങ്ങ് നടന്നു കഴിഞ്ഞാൽ, കാഹളത്തിലുള്ള ശബ്ദമങ്ങ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാല് എല്ലാവരും ഭൂമിയിൽ വീഴും, ചലനമറ്റ് വീഴും. അതിൽ ചില ആളുകൾ ബോധരഹിതരായിരിക്കും, ഭൂരിപക്ഷം ആളുകളും മരിച്ചു പോകും. ഇല്ല ഇല്ല മാഷാ അള്ളാഹു ഉദ്ദേശിച്ചവരൊഴിച്ച്. അപ്പൊ ഈ സൂറത്തില് പിന്നെ ഇവിടെ വനുഫിഖ ഫിസ്സൂരി എന്ന് പറയുന്നത് അത് രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അപ്പോ ചില അള്ളാഹു നാളെ യൗമുൽ ഖിയാമയില്, അപ്പോ നമ്മള് ഈ പറഞ്ഞതുപോലെ യൗമുൽ ഖിയാമയില് അള്ളാഹു നമുക്കത് കാണാനുള്ള ആ ഒരു ശക്തിയുള്ള കണ്ണിനെ അള്ളാഹു ഒന്ന് പ്രദാനം ചെയ്യുമെന്ന് അള്ളാഹു അതോടൊപ്പം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ സംഭവവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിനെ നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇമാം ഷഅറാവി ഇതിന്റെ കൂടെ ഈ സംഭവം പറഞ്ഞു പോകുന്നുണ്ട്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം ഈ സംഭവം പറഞ്ഞു പോകുന്നുണ്ട്. അതിങ്ങനെയാണ്: അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, ഇത് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസു, റസൂല് മസ്ജിദ് നബവിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ജാ യഹൂദി, ഒരു യഹൂദിയായ മനുഷ്യൻ വന്നു. ഫഖാല യാ അബൽ ഖാസിം, അല്ലയോ മുഹമ്മദ്, അബുൽ ഖാസിമെ, ലറബ വജിഹി റജുലുൻ മിൻ അസ്ഹാബിക, നിന്റെ അസ്ഹാബുകളിൽപ്പെട്ട ഒരാള് എന്റെ മുഖത്തടിച്ചു എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ, ആരാണ് നിന്നെ അടിച്ചതെന്ന് ചോദിച്ചു. ഖാല റജുലുൻ മിനൽ അൻസാരി, അയാൾ പറഞ്ഞു അൻസാറുകളിൽപ്പെട്ട ഒരാളാണ് എന്നെ അടിച്ചത് എന്ന് പറഞ്ഞു. ഖാല ഉദ്ഊഹു, അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അയാളെ വിളിച്ചു കൊണ്ടുവായോ. ഫഖാല, അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, അലറബ്തഹു, നീ ഈ മനുഷ്യനെ അടിച്ചോ? ഖാല, അദ്ദേഹം പറഞ്ഞു സമിഅ്തുഹു ബിസ്സൂഖി യഹ്ലിഫു, ഞാന് ഇദ്ദേഹത്തെ സൂക്കിൽ ഇങ്ങനെ സത്യം ചെയ്ത് പറയുന്നതായിട്ട് കേട്ടു. എന്താണ്? വല്ലദി ഇസ്തഫാ മൂസ അലൽ ബശരി, മനുഷ്യർക്ക് മുകളിൽ മോശാ പ്രവാചകനെ തെരഞ്ഞെടുത്ത ദൈവം തന്നെയാണ് സത്യം എന്ന് സത്യം ചെയ്തുകൊണ്ട് ഇദ്ദേഹം സംസാരിക്കുന്നതായി, സൂക്കില് അങ്ങാടിയിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പൊ കൊൽത്തു, ഞാൻ പറഞ്ഞു, ഐ ഖബീസു, യാ ഖബീസു, അല്ലയോ മോശം മനുഷ്യ, അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിനേക്കാളും ഉത്കൃഷ്ടനാണ് മൂസ എന്നാണോ ഇത് പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അഖദത്തനി ഗൾബത്തുൻ ലറബ്തു വജ്ഹഹു, അപ്പൊ എനിക്ക് വല്ലാതെ കോപം വന്നു, ഞാൻ അയാളെ അടിക്കുകയാണ് റസൂലെ ചെയ്തത് എന്ന് പറഞ്ഞു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, ലാ തുഖയ്യിറു ബൈനൽ അംബിയാഇ, ഇവിടെ റസൂലുള്ളാഹിൽ കുറെ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ വികാര ജീവികളാണ്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ സമൂഹത്തോടും സംസാരിക്കുന്ന
രൂപങ്ങളെ, ഓരോ ജനതയോടും ഇടപെടേണ്ട മാന്യമായ ഇടപെടലുകളെ അള്ളാഹുവിന്റെ റസൂല് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ലാ തുഖയ്യിറു ബൈനൽ അംബിയാഇ, നിങ്ങൾ അമ്പിയാക്കന്മാർക്കിടയിൽ ഒരാളെ മറ്റൊരാളെക്കാളും നിങ്ങൾ പുകഴ്ത്തി പറയരുത്. റസൂലുള്ള പറയാ, പുകഴ്ത്തി പറയരുത്. ഫഇന്നന്നാസ യസ്അഖൂന യൗമൽ ഖിയാമ, മനുഷ്യരെല്ലാവരും അന്ത്യനാളിൽ ബോധരഹിതരായി അവർ ചലനമറ്റ് വീഴും. അങ്ങനെ രണ്ടാമത്തെ ആ ഊത്തങ്ങ് ഊതിക്കഴിഞ്ഞാൽ, ഇസ്രാഫീൽ അലി ഇസ്ലാം ഊതിക്കഴിഞ്ഞാൽ, ഫഅകൂനു അവ്വല മൻ തൻഷഖു അൻഹുൽ അർളു, ഭൂമി ആദ്യം പിളർന്ന് പുറത്തു വരുന്നവൻ ഞാനായിരിക്കും. എന്നിട്ട് റസൂല് പറയാണ്, ഫഇദാ അനബി മൂസ, പക്ഷേ ഞാൻ പുറത്തു വരുമ്പോൾ ഞാൻ മൂസയെ കണ്ടു. ആഹിദും ബിഖായിമത്തിൻ മിൻ ഖവായിമിൽ അർശി, അർശിന്റെ തൂണിലെ ഒരു തൂൺ അദ്ദേഹം ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഞാനാണ് ആദിക്ക് പുറത്തു വരിക. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ ഉണ്ട് കേട്ടോ. റസൂലുള്ളാന്റെ യൗമുൽ ഖിയാമയിൽ പിന്നെ മഹ്ശറയിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്ന കുറെ ഭാഗങ്ങൾ, വ്യത്യസ്തങ്ങളായ കുറെ കാര്യങ്ങളുമായി ചേർത്ത് പറഞ്ഞുകൊണ്ട് റസൂലുള്ള ആ വിഷയത്തെ പിന്നെ പല സമയങ്ങളിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു ഹദീസാണ്, ഞാൻ മൂസയെ കണ്ടു, അദ്ദേഹം അർശിന്റെ ഒരു തൂണ് പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു. പല അതിരി, എനിക്ക് അറിയില്ല അകാന ഫീമൻ സഇഖ, അദ്ദേഹം ആ ഒന്നാമത്തെ ഊത്തിൽ മരിക്കാതെ ബോധരഹിതനായി കിടന്നത് കൊണ്ട് പെടുന്നനെ എഴുന്നേറ്റവനാണോ എന്ന് എനിക്ക്. അപ്പൊ ഇവിടെ സൈഖ എന്നുള്ളത് അദ്ദേഹം ബോധരഹിതനായി മാത്രം കിടന്ന ഒന്നുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. അം ഹൂസിബ ബി സഅഖത്തിൽ ഊല, അല്ലെങ്കിൽ പിന്നെ അം ഹൂസിബ ബി സഅഖത്തിൽ ഊല, അല്ലെങ്കിൽ ആ ഒന്നാമത്തെ അദ്ദേഹത്തിന് സംഭവിച്ച പിന്നെ ഒരു ഒരു പിന്നെ ഒരു വിഷയം ഉണ്ടല്ലോ, തൂരിസീന മലയിൽ വെച്ചുകൊണ്ട് ആ സമയത്ത് തന്നെ അദ്ദേഹത്തെ വിചാരണ നടത്തിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. നമ്മൾ പറഞ്ഞില്ലേ വനുഫിഖ ഫിസ്സൂരി, ഈ സൂറെന്ന കാഹളത്തില് ഊതിക്കഴിഞ്ഞാല് രണ്ട് തരത്തിലുള്ള അവസ്ഥാവിശേഷാണ് മനുഷ്യർക്ക് ഉണ്ടാകുക. ചില ആളുകൾ പൂർണ്ണമായിട്ട് ജീവനറ്റ് കിടക്കും, ചില ആളുകൾ ബോധരഹിതരായിരിക്കും. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അന്ത്യനാളില് ഈ രണ്ടാമത്തെ കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ റസൂൽ പറയാണ്, ഞാനായിരിക്കും ഭൂമി പിളർന്ന് ആദ്യമായി പുറത്തു വരുന്നവൻ ഞാനായിരിക്കും. പക്ഷേ ഞാൻ മൂസയെ കണ്ടു, അർശിന്റെ ഒരു തൂണിൽ പിടിച്ചു നിൽക്കുന്നത് ആ സമയത്ത് ഞാൻ കണ്ടു. അപ്പോ നോക്കൂ നിങ്ങൾ, ഇവിടെ കുറെ വിഷയങ്ങളുണ്ട്. ഒന്ന്, മൂസാ നബിയുടെ മഹത്വത്തെ, അദ്ദേഹത്തിന്റെ ഫളിലിനെ പരിശുദ്ധ റസൂല് തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്റെ മുമ്പുള്ള ഒരു പ്രവാചകനെ അദ്ദേഹം ഉയർത്തി വെക്കുന്ന മഹനീയമായ ഒരു കാഴ്ച ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അള്ളാന്റെ റസൂല് ഞാൻ തന്നെയാണ് വലിയവെന്ന് പറഞ്ഞിട്ട് വലിയോനാകാനുള്ള ശ്രമം നടത്തുകയല്ല അള്ളാന്റെ റസൂൽ ചെയ്യുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ പ്രവാചകനാണ് മഹോന്നതൻ. ഒരു സമൂഹത്തെ പഠിപ്പിക്കുന്ന പാഠം നോക്കിയാട്ടെ. അപ്പൊ ഇവിടെ അതോടൊപ്പം തന്നെ ഒരു വലിയൊരു വിഷയം നമ്മുടെ മുമ്പിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഹദീസ് നന്നായി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഹദീസാണ്. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആയത്തുകളും നന്നായി ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഇവിടെ എല്ലാം കഴിഞ്ഞു പോയ ഒരു സംഭവത്തെ കുറിച്ച് പറയുകയാണ് അള്ളാന്റെ റസൂൽ ചെയ്യുന്നത് കേട്ടോ. അത് നിങ്ങളുടെ ചിന്തക്കായിട്ട് ഞാൻ വിടുകയാണ്. ഫഅകൂനു അവ്വല മൻ തൻഷഖു അൻഹുൽ അർളു ഫഇദാ അന ബിമൂസ ആഖിദുൻ ബിഖായിമത്തിൻ മിൻ ഖവായിമിൽ അർശി, അർശിന്റെ ഒരു തൂണ് പിടിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു. മൂസയെ ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റി.
അപ്പൊ റസൂൽ പറയാണ്, അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാനാണ് ഭൂമുഖത്തേക്ക് ആദ്യമായിട്ട് വന്നത്. പക്ഷെ അവിടെ മൂസനെ ഞാൻ കണ്ടിട്ടുണ്ട് അലൈഹി സ്വലാത്തു വസ്സലാം. അത് പല അതിരി അക്കാന ഫീമൻ സൈഖ, അദ്ദേഹം ബോധരഹിതനായി പിന്നെ വീണത് കൊണ്ട് നേരത്തെ എഴുന്നേറ്റതാണോ എന്ന് എനിക്കറിയില്ല. അല്ല അം ഹൂസിബ ബിസഅഖത്തിൽ ഊല, അദ്ദേഹത്തിന് സംഭവിച്ച ഭൂമുഖത്ത് വെച്ച് തന്നെ സംഭവിച്ച ഒരു പിന്നെ വിഷയമുണ്ടല്ലോ. അള്ളാഹു പിന്നെ അള്ളാഹുവിന്റെ നൂറ് അത് അതിന്റെ വെട്ടമങ്ങ് പിന്നെ അതിന്റെ പ്രഭയൊന്ന് പിന്നെ വിടർന്നപ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീണു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. വഹറ മൂസ സഇഖ എന്ന് പറഞ്ഞില്ലേ. മൂസ ബോധരഹിതനായി ആ സമയത്ത് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിചാരണകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എനിക്ക് മുമ്പേ എത്തിയത്. അതായിരിക്കുമോ അതിന് കാരണം എന്നും എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു സംഭവം ഭൂമിയിൽ വെച്ച് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹിസാബുകളും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കുമോ അദ്ദേഹം ഇവിടെ എത്തിയത് എന്നും എനിക്കറിയില്ല എന്ന് റസൂലുള്ള പറയാം. അപ്പൊ ഇവിടെ നമ്മുടെ സംസാര വിഷയം ഇത്രയേ ഉള്ളൂ. അത് ഇതെല്ലാം വേറെ തലത്തിൽ നിന്നുകൊണ്ട് നന്നായി ചർച്ച ചെയ്തു പോവേണ്ട ഒരു വിഷയമാണ്. ഇവിടെ ഇമാം ഷഅറാവി ഈ വിഷയം കൊണ്ടുവരുന്നതിന്റെ പിറകില് രണ്ട് കാര്യമുള്ളൂ. ഒന്ന്, ഇസ്രാഫിൽ അലി ഇസ്ലാം സൂറെന്ന കാഹളത്തിൽ ഊതിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള അവസ്ഥാവിശേഷം മനുഷ്യരിൽ ഉണ്ടാകും. ചില ആളുകൾ പൂർണ്ണമായിട്ട് ചലനമറ്റവരാകും, മരിച്ചു പോകും. ചില ആളുകൾ ബോധരഹിതരായി കിടക്കും. അത് ഈ വാക്കിനെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആനില് ഈ രണ്ട് അവസ്ഥാവിശേഷത്തെയും ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഉദ്ധരിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റു സമൂത് ഗോത്രം, അതുപോലെ തന്നെ മറ്റു ഗോത്രങ്ങളുടെ എല്ലാം തന്നെ സ്വഭാവ ദൂഷ്യങ്ങളുടെ പേരിൽ അവരുടെ പിന്നെ ആക്രമണ സ്വഭാവം രൂക്ഷമായതിന്റെ പേരിൽ അവർക്ക് മുകളിൽ അള്ളാഹു എടുക്കുന്ന നിലപാടുകളിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മരിച്ചു വീഴുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അത് പൂർണ്ണമായ ഒരു മരണമുഖത്തേക്കുള്ള മനുഷ്യന്റെ മാറ്റവുമായി ബന്ധപ്പെട്ടാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഈ വാക്ക് തന്നെ മരണമല്ലാത്ത ഒരു ബോധരഹിതനായി മാറുക എന്നൊരു അവസ്ഥാവിശേഷവും അത്തരം സമയങ്ങളിൽ ചിലർക്കുണ്ടാവും എന്നും അതിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന ഒരു വിഷയം ബോധ്യപ്പെടുത്താനാണ് പിന്നെ ഈ ആയത്തിന്റെ ചുവട്ടില് ഇമാം ഷഅറാവി ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ ആയത്തില് സൂറത്ത് കഹ്ഫിലെ 99-ാമത്തെ ആയത്തില് വതറക്നാ ബഅദഹും യൗമഇദി യമൂജു ഫീ ബഅദിൻ വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംആ എന്ന് പറയുന്നത് അത് ഒന്നാമത്തെ ആ ഒരു നഫഖിനെ കുറിച്ചല്ല, അത് രണ്ടാമത്തെ നഫഖിനെ കുറിച്ചുള്ള ചർച്ചയാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തെ നഫഖിൽ സംഭവിക്കുന്ന അവസ്ഥാവിശേഷങ്ങള് പിന്നെ വിശുദ്ധ ഖുർആന് ഈ രൂപത്തിലെല്ലാം വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇത് രണ്ടാമത്തെ നഫഖിനെ കുറിച്ചാണ്. രണ്ടാമത് ഇസ്രാഫീൽ അലൈഹി സ്വലാം അതിലങ്ങ് ഊതിക്കഴിഞ്ഞാൽ അള്ളാഹു എല്ലാവരെയും മഹ്ശറയിലേക്ക് ഒരുമിപ്പിച്ചു കൂട്ടുന്ന ഒരു അവസ്ഥാവിശേഷത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് വിശദീകരിക്കാനാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അള്ളാഹു സ്വീകരിക്കുകയും നമ്മളെ പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കുകയും നമ്മളെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയും നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഉത്കൃഷ്ടരായ മനുഷ്യരോടൊപ്പം അള്ളാഹു നമ്മളെ എഴുന്നേൽപ്പിക്കുകയും സ്വർഗം നൽകിയും അനുഗ്രഹിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.